ഹായ് ഓൾ. 2024 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാത്സാണ്. നവംബർ 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ. എഴുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് എ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, നമുക്ക് പാർട്ട് ബി ഉണ്ട്, പാർട്ട് സി ഉണ്ട്. പാർട്ട് എയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 1 ഇൻറ്റു 9 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ക്വസ്റ്റ്യൻസ് 8 ഇൻറ്റു 3 മാർക്ക് വെച്ചിട്ട് 24. പാർട്ട് സിയിൽ 6 ഇൻറ്റു 7 മാർക്ക് വെച്ചിട്ട് 42. ഇപ്പോൾ ടോട്ടൽ 75 മാർക്കിനാണ് നമ്മളെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് സിയിലാണ്. എസ് എ വരുന്നത് പാർട്ട് സി ആണ്. അതിനുശേഷം പാർട്ട് ബി കാണാം. പാർട്ട് സി പഠിച്ചൊരു കുട്ടിക്ക് പാർട്ട് എ കുറേയും കൂടി കംഫർട്ടായിരിക്കും, പെട്ടെന്ന് അതിൻ്റെ ആൻസേഴ്സ് കുറേയൊക്കെ കിട്ടും. അപ്പോൾ പാർട്ട് എ മുതൽ തന്നെ ജസ്റ്റ് തുടങ്ങാം. 2024 ക്വസ്റ്റ്യനാണ്, അത് മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് 1 - i. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. കോൺജുഗേറ്റ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ടിന് എന്താണോ ഉള്ളത് അത് നിലനിർത്തുക, ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സെഡ് എന്ന് പറയുന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 1 - i എന്നുള്ളത് എന്തായി മാറും? 1 + i. അത്രയേ ഉള്ളൂ 1 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. (3x - 2y + 1 = 0). ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ നോർമലി നമ്മളെ ഒരു സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = mx + c ആണ് സ്റ്റാൻഡേർഡ് ഫോം. നമുക്ക് തന്നത് എങ്ങനെയാണ് ഇക്വേഷൻ? 3x - 2y + 1 = 0 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റുക. ഇതിനെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? -2y = -3x - 1. ഇക്വേഷൻ്റെ 3x ഉള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -3x ആവും, +1 ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -1. എന്നതിന് ശേഷം y ആണ് നമ്മളെ ഫോർമാറ്റ്. എന്താ? y = mx + c ആണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? y = -3 ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -3 - 2x - 1/2 എന്നാവും. ഇനി ഒന്നും കൂടി ഇതിനെ ശരിയാക്കി കഴിഞ്ഞാൽ എന്താ വരിക? ഈ മൈനസ് കൂടി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താക്കി മാറ്റാം? പ്ലസ് ആക്കി മാറ്റാം. y = 3/2x - 1/2. ഇവിടെ 2 മൈനസ് ഉണ്ട്. ആ 2 മൈനസും കൂടി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായി മാറും? പ്ലസ് ആയി മാറും. നമുക്കറിയാം ഫോർമാറ്റ് എന്താണ്? y = mx + c. അപ്പം m എന്ന് പറയുന്നതാണ് നമ്മളെ സ്ലോപ്പ്. അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 3/2. 3/2 ആണ് നമ്മളെ എന്തെന്ന് പറയണത്? സ്ലോപ്പ് എന്ന് പറയണത്. അപ്പോൾ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ്റെ ഉത്തരം സ്ലോപ്പ് കാണുന്നതാണ് 3/2. തേർഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഇവാലുവേറ്റ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് എന്നുണ്ടായിരിക്കും. അതൊക്കെ മീൻ ചെയ്യണത് ഒന്ന് തന്നെയാണ്. sin 90 × cos 0. sin 90യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഇനി കാണാതെ പഠിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. sin 90യുടെ വാല്യൂ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. cos 0 എന്ന് പറഞ്ഞാലും എന്തുതന്നെയാണ്? 1 ആണ്. ദാറ്റ് ഈസ് = ആൻസർ 1 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ചിലത് ഡയറക്റ്റ്ലി ഉത്തരം കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണത്. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 135 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ sin 135ൻ്റെ വാല്യൂ കാണാനാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. sin n 90 ±
തീറ്റ എന്നാണ് ഫോർമുല. അപ്പോൾ നമ്മളിവിടെ സൈൻ n എന്നുള്ളിടത്ത് ആരെ കൊടുക്കുക 1 × 90 + 45 എന്ന് കൊടുക്കുക. ഇനി സൈൻ 1 × 90 + 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് 135 എന്ന് പറയുന്ന സാധനം ഇത് 1 × 90 + 45 എന്ന് പറഞ്ഞാൽ 135 നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കോസ് 45 ആണ്. കോസ് 45ൻ്റെ വാല്യൂ ആണ് 1/√2. അപ്പോൾ അങ്ങനെ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് കോസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് സൈൻ 2a. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സൈൻ 2aൻ്റെ എക്സ്പ്രഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സൈൻ 2യുടെ എന്തിൻ്റെ ഇൻ ടേംസ് ഓഫ് ടാൻ എയിലുള്ള എക്സ്പ്രഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈൻ 2നെ ടാനിലുള്ള ഒരു ഫോർമുലയാണ്, അത് കാണാതെ പഠിക്കുക. 2 tan a ഡിവൈഡഡ് ബൈ 1 + tan² a. ഇത് ഫോർമുലയാണ്. ഫോർമുല പിന്നെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, കാണാതെ പഠിക്കുകയേ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റിൻ്റെയാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 cos തീറ്റ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ഈസിയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്കിപ്പ് ചെയ്യരുത്. ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ അധികം ക്വസ്റ്റ്യൻ നമ്പർ 6 തന്നെയാണ് വരാറ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോസ് തീറ്റയ്ക്ക് പകരം ആരെ കൊണ്ട് കൊടുക്കുക കോസ് 0. കോസ് 0ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് 0 ഈസ് ഈക്വൽ ടു cos 0 is equal to 1. അപ്പോൾ ഡയറക്റ്റ്ലി ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഡിഫറൻസിയേഷൻ. നമുക്ക് 4 മോഡ്യൂളാണുള്ളത്. ഈ 4 മോഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കോംപ്ലക്സ് നമ്പർ, ട്രിഗ്നോമെട്രി, ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കോംപ്ലക്സ് നമ്പറും ഡിഫറൻസിയേഷനും ഫോക്കസ് ചെയ്യുക. ട്രിഗ്നോമെട്രി ആയതുകൊണ്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കാം. എല്ലായ്പ്പോഴും ഈസിയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാലും കൂടുതൽ ഡിഫറൻസിയേഷനാണ് കുറേ കൂടി സിമ്പിൾ. ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് 7ാമത്തത്. ഫൈൻഡ് dy/dx ഇഫ് y ഈസ് ഈക്വൽ ടു e⁻x - log x. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡിഫറൻസിയേഷൻ അറിയാം. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, dy/dx ഈക്വൽ ടു e⁻x. അതുതന്നെയാണ്. log xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി 1/x. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് dy/dx. ഫൈൻഡ് ചെയ്യാൻ തന്നെ ഇഫ് x² + y ഈസ് ഈക്വൽ ടു 1 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ x² + y ഈക്വൽ ടു 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും, x² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക 2x⁻2 - 1 പ്ലസ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും, dy/dx ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ നമുക്ക് dy/dx എന്താണെന്ന് എഴുതാം, dy/dx ഈസ് ഈക്വൽ ടു -2x. 2x⁻2 - 1 എന്ന് പറഞ്ഞാൽ 2x⁻2 എന്തായിരിക്കും 1 ആണ്. അതിൽ ആ 2xനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും -2x ആവും. ഇനി 9th ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ്. അപ്പോൾ 3rd 4th നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അതിൽ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാലും നിങ്ങളത് കഴിഞ്ഞ് ആ പാഠത്തിൻ്റെ മെയിനായ എല്ലാ ടോപ്പിക്കും അതിൽ കഴിഞ്ഞ്. അടുത്തത് ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, എത്ര പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്യണം, 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് log x എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ log xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, y ഈക്വൽ ടു log x എന്ന് എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, dy/dx ഓഫ് log x ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും 1/x ആവും. നെക്സ്റ്റ് ഈ dy/dxന് ഈ 1/xനെ മേലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും x⁻⁻ എന്നാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് dy/dxന് ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d²y/dx². ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഈ സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഏത് കണ്ടീഷൻ യൂസ് ചെയ്യാമെന്ന് ഓർക്കണം, x⁻n × x⁻n - 1 എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്യണമെന്ന് ഓർക്കണം. x⁻1 എന്താവും -1 × x⁻1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 x⁻2 ഒന്നും കൂടി ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ എഴുതാം, -1/x² എന്ന് എഴുതാം. ഇതും എഴുതാം. ഏത് എഴുതിയാലും കറക്റ്റാണ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് A സെക്ഷനിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 4 മാർക്ക് ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് പോലും കിട്ടും. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ച് കിട്ടുന്ന കുറേ ഉത്തരങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ആ ഭാഗം സ്കോർ ചെയ്യുക. 5 മാർക്ക് ഈസി ആയിട്ട് കയറിപ്പോവും. ജസ്റ്റ് പാസ് ആവേണ്ട ആൾക്കാരുടെ കേസാണ് കേട്ടോ പറയണത്. ഇനി പാർട്ട് ബിയിലേക്ക്
വരാം. പാർട്ട് ബിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈ 3+i വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ്. നോർമലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കോംപ്ലക്സ് നമ്പർ തരാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2024 ക്വസ്റ്റ്യനിൽ ചെറുതായിട്ടൊരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺജുഗേറ്റ് എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോർമലി 3+i എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 3+i എന്നുള്ളത് എന്തായി മാറും? 3 - i എന്നാവും. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? അത് ഒന്നും ഓർത്ത് വെക്കുക. ഫസ്റ്റത്തെ ടേമിനെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് ശേഷം സെക്കൻഡ് ടേമിനെ കൊണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 3 × 3 + 3 × -i + i × 3 + i × -i ഇങ്ങനെ എഴുതുക ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. -3i + 3i i × i എന്ന് പറഞ്ഞാൽ എന്താ വരിക? i² ആണ് വരിക. i² എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 9 + -3i ഉണ്ട് ഇവിടെ, നമ്മളെ +3i ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യാം? വെട്ടിക്കളയുക. പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? 9 - i² എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരിക്കും. i² എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഈ കോംപ്ലക്സ് നമ്പറിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ i² എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ i² വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 9 - -1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും കൂടി അടുത്ത സ്റ്റെപ്പിൽ കൂട്ടിക്കഴിഞ്ഞാൽ 9 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇതിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം റിയൽ പാർട്ടാണ്. ഇതിൽ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്ന പാർട്ടാണ് കട്ട് ചെയ്ത് പോയത്. അപ്പോൾ റിയൽ പാർട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 10ഉം ഇമാജിനറി എന്താണ്? ഇമാജിനറി ഈസ് ഈക്വൽ ടു 0i. അപ്പോൾ ആൻസർ എന്താണ് ഇതിൻ്റെ? 10 + 0i എന്ന് എഴുതാം. അല്ലെങ്കിൽ വെറും 10 എഴുതിയാലും നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക ആ ക്വസ്റ്റ്യൻ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അടുത്തത് ഇഫ് സീക്ക് തീറ്റ, ട്രിഗ്നോമെട്രിത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദി സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 2 ദെൻ ഫൈൻഡ് ടാൻ തീറ്റ ആൻഡ് കോട്ട് തീറ്റ. എന്നുവെച്ചാൽ ഒരു ട്രിഗ്നോമെട്രിത്തെ ക്വസ്റ്റ്യൻസിൽ ട്രിഗ്നോമെട്രിയിൽ കുറേ വൈഡായിട്ട് പഠിച്ചു പോകാതെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു സെക്ഷൻ നിങ്ങൾ എന്തായാലും എടുക്കുക. അതിലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 2 ദെൻ ഫൈൻഡ് ടാൻ തീറ്റ ആൻഡ് കോട്ട് തീറ്റ. ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക. ഇതിന് 2-3 മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുക. സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ എന്താക്കി മാറ്റാം? 2/1 എന്ന് എഴുതാം. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആരും തന്നിട്ടുണ്ട്? അഡ്ജസൻറ്റ് സൈഡും തന്നിട്ടുണ്ട്. ഹൈപ്പോട്ട്ന്യൂസും അഡ്ജസൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയറിൽ നിന്ന് ആരെ കുറയ്ക്കുക? അഡ്ജസൻറ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുക. അഡ്ജസൻറ്റ് ഹൈപ്പോട്ട്ന്യൂസ് എത്രയും തന്നിട്ടുണ്ട്? 2² - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 1 വരും. നമുക്ക് എന്താന്ന് കിട്ടി? √3 ആണ് ആൻസർ എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചുള്ളത് ആരാ? ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ സൈഡിൻ്റെ ഫോർമുലാസ് എല്ലാം അറിഞ്ഞ ആൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞു? √3 അഡ്ജസൻറ്റ് സൈഡ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 1 ആണെന്ന്. അപ്പോൾ ആദ്യത്തെ പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഫോർമുല അറിഞ്ഞവർക്ക് ചെയ്യുക. അഡ്ജസൻറ്റ് സൈഡ് ബൈ ആരാണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്താണ്? √3. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ സീക്ക് തീറ്റയാണ് ഒരു പ്രാവശ്യം ചോദിച്ചു വെച്ചാൽ നെക്സ്റ്റ് ടൈമിൽ സീക്ക് ആവണമെന്നില്ല, ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആവാം. അപ്പോൾ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ ഏതും ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഫോർമുലാസ് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഈസിയാണ്. അതെന്തായാലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതൊരു ഷുവർ ലിസ്റ്റിലിട്ട ക്വസ്റ്റ്യനാണ്. ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒരു കണ്ടീഷൻ തന്നു കഴിഞ്ഞ് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നാൽ ബാക്കിയുള്ളതിൽ ഏതെങ്കിലും ഒന്ന് മാറി മാറി ചോദിക്കുന്ന കേസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ്
ടാൻ എ ഈസ് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്, ടാൻ ബി ഈസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ എ പ്ലസ് ബി, അതുപോലെ തന്നെ ഏത് കാണാനാണ് ചോദിക്കേണ്ടത്, ടാൻ എ മൈനസ് ബി കാണാൻ ചോദിച്ചു. ഇത് കുറേം കൂടി ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ട്രിഗ്നോമെട്രിയിൽ ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല അറിയണം. എ പ്ലസ് ബിയുടെ ഫോർമുല കാണാതെ പഠിക്കേണ്ട, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെ ചെയ്താൽ മതി. ടാൻ എ പ്ലസ് ബിൻ്റെ ഉള്ളിൽ ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണാം. അപ്പോൾ എന്താ വരിക, ടാൻ എ പ്ലസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ, അടിയിൽ എന്താ വരിക, മേലെ പ്ലസ് ആകുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക എന്താണെന്ന് ആലോചിച്ച് വെക്കുക, മൈനസ് ആണെന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ 1 മൈനസ് എന്ത് വരും, ടാൻ എ ഇൻറ്റു ടാൻ ബി. ഈ ഡോട്ട് ഇൻറ്റുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ടാൻ എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, 2 + 1 ഡിവൈഡഡ് ബൈ, അടിയിൽ എന്താ വരിക, 1 മൈനസ് 2 ഇൻറ്റു 1. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/-1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3. അപ്പോൾ ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല നമുക്ക് കിട്ടിയില്ലേ. ഇനി നമ്മളോട് എന്താ കാണാൻ ചോദിച്ചിട്ടുള്ളത്, ടാൻ എ മൈനസ് ബി ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. ടാൻ എ മൈനസ് ബീൻ്റെ ഫോർമുല ഇതേപോലെ തന്നെ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. എങ്ങനെയാണ് വരിക, ടാൻ എ മൈനസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ 1. ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ താഴെ എന്താണെന്ന് ഓർത്ത് വെക്കുക, പ്ലസ് ആണെന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ 1 + ടാൻ എ ഇൻറ്റു ടാൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് തന്ന സാധനങ്ങളൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, 2 - 1 ഡിവൈഡ് ബൈ 1 + 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1/3. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കുന്ന ആൾക്കാർ ഇതും ഒരു ഷുവർ സെറ്റിൽ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യനും കൂടി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഏത് ഒരു ബിലോ ആവറേജിലുള്ളൊരു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഷുവർ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ, ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് കോസ് എ പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 + sin 2a. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ട്രിഗ്നോമെട്രിയിൽ നമുക്ക് ബേസിക്കലി എന്തറിഞ്ഞിരിക്കണം, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. എന്താണ്, a² + 2ab + b². അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ആളെ എ ആക്കി എടുക്കുക, രണ്ടാമത്തെ ആളെ എന്താക്കി എടുക്കുക, ബി ആക്കി എടുക്കുക. അപ്പോൾ എന്താ വരിക, കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് എന്ത് വരും, 2 cos a ഇൻറ്റു സൈൻ എ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ 1 പ്ലസ് ബാക്കി ആരാളുള്ളത്, 2 cos a ഇൻറ്റു സൈൻ എ, 2 cos a ഇൻറ്റു സൈൻ എ. അപ്പോൾ ഈ 2 cos a ഇൻറ്റു സൈൻ എക്ക് എന്ത് കൊടുക്കാം, sin 2a ആണെന്നുള്ള കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആൻസർ എന്തിലേക്ക് മാറി, 1 + sin 2a എന്ന് കിട്ടി നമുക്കപ്പോൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് എന്തായി, RHSന് ഈക്വലായി. അപ്പോൾ വളരെ എളുപ്പമാണ്. ജസ്റ്റ് എന്ത് നമുക്ക് മനസ്സിൽ ഓർമ്മ വരണം, a + b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഓർമ്മ വന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണത്. അടുത്ത നമ്മളെ ലിമിറ്റിലേക്ക് പോവുകയാണ്. ലിമിറ്റിലത്തെ ക്വസ്റ്റ്യൻസ്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 tan θ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോർമലി ലിമിറ്റിൻ്റെ കേസിൽ കുറച്ച് ഫോർമുലാസ് നമ്മളൊന്ന് ഓർത്ത് വെക്കാണ്ട്, ലിമിറ്റ് tan θ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ എന്ത് ചെയ്യുക, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ടാൻ തീറ്റ നമുക്ക് എന്താക്കി മാറ്റാം, സൈൻ തീറ്റ ബൈ എന്തെഴുതാം, കോസ് തീറ്റ ഹോൾ ഡിവൈഡ് ബൈ തീറ്റ ബൈ 1 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് യാതൊരു ചേഞ്ചും ഇല്ല, ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തി കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാം, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 എന്ത് ചെയ്യാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു ഡിവൈഡുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/cos തീറ്റ ഇങ്ങനെയാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മളിതിന് ചെയ്യാം, നമുക്കറിയാം, ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്ത് നോക്കുക. അപ്പോൾ എന്താ ചെയ്യാം, അതുപോലെ ചെറിയൊരു ചേഞ്ച് നമ്മൾ ഫോർമുലയിലല്ല ഇക്വേഷനിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. സൈൻ തീറ്റ ബൈ തീറ്റ ഇൻറ്റു അടുത്ത് എന്ത് കൊടുക്കുക, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ബാക്കി അറിഞ്ഞ അവിടെ ഉള്ളത് 1/cos തീറ്റ. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഈ സൈൻ തീറ്റ ബൈ തീറ്റയാക്കി അടുത്തത് എന്തെടുക്കുക, 1/cos തീറ്റയാക്കുക. അപ്പോൾ ലിമിറ്റ് സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. 1/cos തീറ്റയ്ക്ക് പകരം cos 0 കൊടുത്താൽ എന്തായി മാറി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്താ വരിക,
തീറ്റ ടെൻസ് ടു 0 കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 1 × 1/1 ഈക്വൽ ടു 1 എന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, അത് ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ലിമിറ്റിൻ്റെ 1 മാർക്കിൽ വരുന്നതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഒന്നുമില്ല, നിങ്ങൾക്ക് എന്താണോ ഫംഗ്ഷൻ വരുന്നത് ആ ഫംഗ്ഷൻ എന്ത് ചെയ്താൽ മതി. ലിമിറ്റിൽ ഇപ്പോൾ തീറ്റ ടെൻസ് ടു 0 എന്നാണ് തന്നെന്ന് വെച്ചാൽ എവിടെയാണോ ഫോർമുലയിൽ തീറ്റ ഉള്ളത് അവിടെ ആ വാല്യൂ കൊണ്ടുപോയി കൊടുക്കുക. അതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചോദിക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്, ഇനി നമുക്ക് ഡിഫറൻസിയേഷനിലേക്കാണ് പോകുന്നത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ്. എന്ന് വെച്ചാൽ ഡിഫറൻസിയേഷൻ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 2 ഫോർമുലാസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഒരു ഫോർമുലയുടെ പേരാണെന്ത്, പ്രോഡക്റ്റ് ഫോർമുല. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തിരിച്ചറിയണം പ്രോഡക്റ്റ് ആണോ കോഷ്യൻ്റ് ആണോ എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി തീർന്നു. നിങ്ങൾ ക്വസ്റ്റ്യനിൽ പ്രോഡക്റ്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ മനസ്സിലായി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടേമിന് യു എടുക്കുക, സെക്കൻഡ് ടേമിന് എന്താക്കി റെപ്രസെൻറ്റ് ചെയ്യുക, വി ആക്കി റെപ്രസെൻറ്റ് ചെയ്യുക. ഞാൻ പ്രോഡക്റ്റ് ഫോർമുല ഒന്ന് എഴുതുന്നുണ്ട്. ഫോർമുല എഴുതി കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം തെറ്റിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ യു ഇൻറ്റു വി ഇസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും വി എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷനുമാണ്. അപ്പോൾ യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആരാ വരിക, സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആരാ വരിക, യു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമുല. ഈ ഫോർമുല മറന്നു പോകരുത്. പ്രോഡക്റ്റ് ഫോർമുല എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ എന്തിടുക, ഷുവർ ലിസ്റ്റിലിടുക. പ്രോഡക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ജസ്റ്റ് പാസ് ആവേണ്ട ആൾക്കാർ ഈ ഷുവറിന് എഴുതിയ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യനിൽ ആരാണ്, യു ആണ് എക്സ്, വി ആണ് ആര്, സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ, എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആരാ വരിക, വി എന്ന് പറയണ ആരാ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വി എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ ആരാന്നുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഈ സ്റ്റെപ്പ് നമുക്ക് ഫോർമുല എഴുതിയ ഒരാൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. യുവിനെയും വീനെയും ഡയറക്റ്റ്ലി ഒന്ന് കൊണ്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് ആരെ മാത്രമാണ്, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് അടുത്തെന്താ, സൈൻ ഇൻവേഴ്സ് എക്സിന് ചേഞ്ച് ഒന്നുമില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കുമാണ്. ഡിഫറൻസിയേഷൻ്റെ കേസിൽ എന്താ വെച്ചാൽ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളൊരു സെക്ഷനാണത്. ഓക്കെ, അപ്പോൾ അത് ആരും വിട്ടുപോകരുത്. ഇനിയും ഡിഫറൻസിയേഷനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഇഫ് എക്സ് ഈക്വൽ ടു 2t³, അടുത്തത് y ഈസ് ഈക്വൽ ടു 4t² എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് എന്ത് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്, ദെൻ ഫൈൻഡ് dy/dx കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് എക്സിലാണ് തന്നിട്ടുള്ളത്, ഒന്ന് വൈയിലാണ് ടേംസ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിനെയും എന്ത് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, പാരാമെട്രിക് ഫംഗ്ഷനാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ടേമിൽ ഇതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങാം. ദാറ്റ് ഈസ് ഈക്വൽ ടു dx/dt ഈസ് ഈക്വൽ ടു എന്താ വരിക, 2 × 3 × t⁻² എന്താ വരിക, 3 - 1. ഫസ്റ്റത്തെ ഇതൊന്നും കൂടി ചെറുതാക്കി എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു 6t². ഫസ്റ്റത്തെ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഇനി ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ വരിക, വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഏതാ, dy/dt ഈസ് ഈക്വൽ ടു 4 × 2 t⁻² -1. ഒന്നും കൂടി ചെറുതാക്കി അതിനെ എന്താക്കുക, 8t⁻1. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. dx/dt കണ്ടു, നമ്മൾ dy/dt കണ്ടു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, dy/dx ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഫസ്റ്റ് എന്ന് കൊടുക്കുക, ഇതിനെന്ത് കൊടുക്കുക, സെക്കൻഡ് എന്ന് കൊടുക്കുക. കാരണം എന്താണ്, നമുക്ക് മേലത്തെ ടേം ആരാണ് നോക്കൂ, dy ആണ്. അപ്പോൾ നമ്മളിത് ഡിവൈഡ് ചെയ്യാം. LHS സൈഡും ഇക്വേഷൻ 1നെ ആരെ കൊണ്ട് ഹരിക്കുക, ഇക്വേഷൻ 2നെ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dt ഹോൾ ഡിവൈഡ് ബൈ അടിയിലാരാ വരിക, dx/dt. ഈ ഡിടിയും ഡിടിയും ക്യാൻസൽ ചെയ്ത് പോവും. ഇനി RHS സൈഡ് എന്താ എഴുതേണ്ടത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8t / 6t². ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 4/3t. വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ 8 രണ്ടിലും വെട്ടിപ്പോകുന്ന ടേംസ് എടുക്കുക, വെട്ടിക്കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
ബാക്കി ആരാളുള്ളത്? ദറ്റ് ഈസ് ഈക്വൽ ടു dy/dx ഈക്വൽ ടു 4/3t. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പാരാമെട്രിക് ഫംഗ്ഷൻ എങ്ങനെയാണ് തിരിച്ചറിയാൻ വിചാരിച്ചാൽ നമ്മൾ ഒന്നുകിൽ ടി അല്ലെങ്കിൽ തീറ്റ എന്ന വേരിയബിൾസിലായിരിക്കും അതിൻ്റെ വാല്യൂസ് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഫൈൻഡ് dy/dx ഇഫ് x³ പ്ലസ് y³ ഈക്വൽ ടു 3x എന്നാണ് തന്നുള്ളത്. നമുക്ക് ഡിഫറൻസിയേഷൻ ആണെന്ന് തിരിച്ചറിയണത് എങ്ങനെയാണ്? എല്ലാറ്റിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ? dy/dx എന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തുടങ്ങാം. x³ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ വരിക? 3x² പ്ലസ് y³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? 3y². ആരും കൂടി എഴുതണം, നമ്മൾ ഓർക്കണം. dy/dx ഈക്വൽ ടു 3 ഇൻറ്റു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റെഡിയാക്കി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? dy/dx ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി നമ്മൾ റെഡിയാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 3y² dy/dx അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ 3 ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യട്ടെ. ഈ റൈറ്റ് സൈഡിലുള്ള 3x² അങ്ങോട്ട് മാറുമ്പോൾ എന്തായിരിക്കും? -3x². ഈ സ്റ്റെപ്പ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ ഒന്നും കൂടി ഓർത്ത് വെക്കുക. ആരാണ്? dy/dx ആണെന്ന് ആലോചിച്ച് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 3x² ഹോൾ ഡിവൈഡഡ് ബൈ 3y². ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 - x² ഡിവൈഡഡ് ബൈ 3y². ഇത്രയും ചെയ്ത് വെക്കുക. ഇനി വെട്ടിച്ചെറുതാക്കാൻ അറിയുന്ന ആൾക്കാർ മുന്നോട്ട് പോവുക. അല്ലാത്തവർ ഇവിടെ വെച്ച് നിർത്തിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടുന്നതായിരിക്കും. ഇനി എന്താ? 3യും 3യും വെട്ടിക്കളയുക. ബാക്കി ആരാണ്ടാവുക? 1 - x² ഹോൾ ഡിവൈഡ് ബൈ y². അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത് നോർമലി ഇവിടെ 3x എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് പകരം നിങ്ങൾക്ക് മിക്കവാറും കോൺസ്റ്റൻസ് ആണ് നോർമലി തരാറ്. കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒന്നും നോക്കണ്ട. ദാറ്റ് ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഫുൾ എന്തായിട്ട് പോവും? 0 ആയിട്ട് പോവും. ഒന്ന് ഓർത്ത് വെക്കുക. ഈസിയാണ്. നമ്മൾ പാർട്ട് എയിൽ ഇതേ ഒരു പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പാർട്ട് ബിയിലെ ലാസ്റ്റ് 1 ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഡിഫറൻസിയേഷനിൽ ഒരു 14 ഫോർമുലാസ് ഉണ്ട്. അത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ 2 മോഡ്യൂളാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ലാസ്റ്റ് നിങ്ങളെന്ത് ചെയ്യുക? ലാസ്റ്റിക്ക് വെക്കരുത്. അത് ആദ്യം പഠിച്ചിട്ട് നിങ്ങൾ പോകണം. ട്രിഗ്നോമെട്രി മാത്രം നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കുക. പഠിക്കുമ്പോൾ കോംപ്ലക്സ് 2 ഡിഫറൻസിയേഷൻ പഠിക്കുക. എന്നിട്ട് മാത്രം എന്തിലേക്ക് വരിക? ട്രിഗ്നോമെട്രിയിലേക്ക് വരിക. d²y/dx² പ്ലസ് y ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കേട്ടോ. ഇഫ് y എന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലെന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ക്വസ്റ്റ്യൻ തന്നത് y ഈക്വൽ ടു sin x ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. dy/dx ഈക്വൽ ടു sin x എന്തായി മാറും? cos x. cos x ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്തായി മാറും? sin x. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻഷ്യേഷൻ കഴിഞ്ഞു. ഇനിയോ സെക്കൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴോ d²y/dx² ഇസ് ഈക്വൽ ടു cos x എന്തായി മാറും? -sin x മൈനസ് എന്ത് വരും? cos x. അപ്പോൾ സെക്കൻഡ് ഡിഫറൻസിയേഷനും കഴിഞ്ഞു. ഇനി നമ്മളെ ഫോർമുലയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരൊന്നുമില്ല. ഡയറക്റ്റ്ലി ഈ 2 എണ്ണം എന്തിൽ കൊണ്ട് കൊടുക്കുക? സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയിൽ എന്താണ്? d²y/dx² പ്ലസ് y ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് d²y/dx² എന്താണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഒറ്റയടിക്കാൻ എഴുതാം. എന്താ? -sin x മൈനസ് cos x പ്ലസ് y എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ sin x പ്ലസ് എന്ത് കൊടുക്കുക? cos x. ഇനി വെട്ടിക്കളയാൻ വല്ലതും ഉണ്ടോ നോക്കൂ. ഇവിടെ -sin x ഉണ്ട്, ഇവിടെ എന്താണ്? പ്ലസ് sin x ആണ്. ഇവിടെ -cos x ഉണ്ട്, ഇവിടെ പ്ലസ് cos x. ഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ആകെ 2 സ്റ്റെപ്പ് ചെയ്യാനുള്ളൂ. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. ഇത്രയാണ് പാർട്ട് ബിയിൽ വരുന്നത്. അപ്പോൾ പാർട്ട് ബിയിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഡിഫറൻസിയേഷൻ്റെ സെക്ഷൻ ഫോക്കസ് ചെയ്യുക. ഇനി നമ്മൾ പാർട്ട് സി എടുക്കുകയാണ്. പാർട്ട് സിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല. പാർട്ട് സിയിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഈസി ഉള്ള സെക്ഷൻ മാത്രമേ കവർ ചെയ്ത് പോകുന്നുള്ളൂ. അതായിരിക്കും നിങ്ങൾക്കും നല്ലത്. വൈഡായിട്ട് പഠിച്ചു പോവാതെ ആവശ്യമുള്ളത് മാത്രം പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് സിയിൽ കോംപ്ലക്സ് നമ്പറത്തെ ഒരു essay ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഷുവറായിട്ടും വരും. അപ്പോൾ ഇതും ജസ്റ്റ് പാസ് ആവേണ്ട ആൾക്കാർ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് പാർട്ട് സിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെക്ഷൻ.
അപ്പോൾ 2024 ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. നോർമലി മൾട്ടിപ്ലൈ ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ ഡയറക്റ്റ്ലി തരാറ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ്ലി തരാതെ മൾട്ടിപ്ലൈ ദ കോംപ്ലക്സ് നമ്പർ 3 + 2y വിത്ത് ഇറ്റ് സെൽഫ് എന്ന് ചോദിച്ചു. വിത്ത് ഇറ്റ് സെൽഫിൻ്റെ മീനിങ് അറിയാതെ കുറേ പേര് സത്യത്തിൽ അന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിയർ അല്ലാതിരുന്നു പോയി. എന്താണ് വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ കൊണ്ട് തന്നെ ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 3 + 2y ഇൻറ്റു എന്താണ് 3 + 2y ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ഇപ്പോൾ ചെയ്തൊരു തുടക്കത്തിലൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താ വരിക? 3 × 3 9. അടുത്തതോ 3 × 2i 3 × 2i എന്ന് പറഞ്ഞാൽ 6i. അത് കഴിഞ്ഞാൽ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 6i + 4i². ഈ സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പോ 9 + 6i + 6i എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? 12i + 4i². ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പ്രോബ്ലത്തിലും പറഞ്ഞു i² എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്ത് വെക്കണം. i² ഈസ് ഈക്വൽ ടു -1 ആണെന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 12i - 4. i² എന്ത് കൊടുത്തു? നമ്മൾ -1 കൊടുത്തു. -1 കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് -4 ആയത്. i² എന്നുള്ളടത്ത് -1 × 4 ആണ് -4 ആയത്. നമ്മൾ സ്റ്റെപ്പ് ഒന്നും കൂടി ചെറുതായി. ഇനി ആരൊക്കെയാണ്? രണ്ട് റിയൽ പാർട്ട് കണ്ടോ? 9ഉം -4ഉം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 12i. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിൽ ചോദിച്ചിട്ടുള്ളത് പാർട്ട് മൾട്ടിപ്ലൈ ദ കോംപ്ലക്സ് നമ്പർ വിത്ത് ഇറ്റ് സെൽഫിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തത്. ഇനി സെക്കൻഡ് അതിൽ ചോദിച്ചിട്ടുള്ളത് മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണാനാണ്. അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാം, ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ഷുവറായിട്ട് ചോദിക്കാറുള്ള കോംപ്ലക്സ് നമ്പറിൽ ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണത്. ജസ്റ്റ് ഫോർമുല, സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ്. മോഡുലസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് ഈസ് ഈക്വൽ ടു √(x² + y²). മോഡുലസ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. z ഈസ് ഈക്വൽ ടു 3 - 4iൻ്റെയാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മോഡുലസ് കാണുന്ന ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു x² + y². ഇതാണ് നമ്മളെ x, ഇതാണ് നമ്മളെ y. അപ്പോൾ എന്താ വരിക? മൈനസിനൊന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ y² ആയതുകൊണ്ട് പ്ലസ് ആയാലും മൈനസ് ആയാലും സ്ക്വയർ ചെയ്താൽ സെയിം ആൻസറാണ് വരിക. അപ്പോൾ പ്ലസ് കഴിയണതും മൈനസിന് ഉള്ളിൽ കൊണ്ടുവരാതെ ഇരിക്കുക നിങ്ങൾ. അപ്പോൾ പ്രോബ്ലം തെറ്റാതിരിക്കും. ഇനി എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു √25. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? മോഡുലസ് എത്രയെന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടി. ഒറ്റ സ്റ്റെപ്പുള്ളൂ. ഫോർമുല ഒന്നും കൂടി നോട്ട് ചെയ്ത് വെക്കുക. √(x² + y². ഇനി ആംപ്ലിറ്റ്യൂഡ് കാണുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ്. ആംപ്ലിറ്റ്യൂഡിന് ആംഗിൾ tan ഇൻവേഴ്സ് y/x എന്നാണ് ഫോർമുല. ഈ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ എക്സും വൈ ഏതാണെന്ന് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ ആരാ? -4 / 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -53.13. എഴുതുക. തീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ നമുക്ക് ഒഴിവാക്കിയിട്ട് എഴുതാം. ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാന്ന് കൊടുക്കുക? 53 ഡിഗ്രി എന്ന് കൊടുക്കുക. അപ്പോൾ മോഡുലസ് ഷുവർ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണത്. പാർട്ട് സിയിൽ ആരും ഒഴിവാക്കരുത്. മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യനും മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണുന്ന ക്വസ്റ്റ്യൻ എന്തായാലും കോംപ്ലക്സ് നമ്പറിൽ പഠിച്ചിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് സിയിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈസിയുള്ള സെക്ഷൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 1 + 2i ബ്രാക്കറ്റിൽ 2 - i + 1 - 3i 2 + i - 5 - 2i. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാലും എന്താണ് മീൻ ചെയ്യുന്നത്? ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാലും ഫൈൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണുള്ളത് കേട്ടോ. കണ്ടുപിടിക്കുക എന്നുള്ള, വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള ഇതാണ്. ഇതും മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു തുടങ്ങാം?
ആദ്യം നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു ടേം എടുക്കുക. ഫസ്റ്റത്തെ ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇത് ജസ്റ്റ് ഫസ്റ്റത്തെ മാത്രം ഒന്ന് കാണിക്കുക. 1 + 2y × 2 - i. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് എന്താ വരിക? i² എന്താണെന്ന് ഓർത്തും വെക്കണം. i² വാല്യൂ -1 ആണെന്ന് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി സ്പീഡിലൊന്ന് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - i + 4i - 2 × -1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? 2 + 2 + -1 + 4i. റിയൽ പാർട്ടിൻ്റെ അടുത്തേക്ക് എഴുതി, ഇമാജിനറി പാർട്ടിൻ്റെ അടുത്തേക്ക് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 3i. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ നമുക്ക് ഉത്തരമായി. ഈ ഭാഗം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതെടുക്കുക? ഈ ഒരു ഏരിയ എടുക്കുക. അതെന്താ വരിക? 1 - 3i 2 + i. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 2. ജസ്റ്റ് ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യം തന്നെയാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്ന് എഴുതാം. 1 + 2 × 1 × i + -3 × 2 -3i × 2 കേട്ടോ, പ്ലസ് -3i × i. ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? 2 + i - 6i - 3i². ഇനി i² എന്നുള്ളിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? -1 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ എൻ്റെ ആൻസർ എന്താ വരിക? 2 + i - 6i i²ൻ്റെ -1 കൊടുക്കുമ്പോൾ -3 × -1. ഒരു സ്റ്റെപ്പും കൂടി എഴുതുന്നുണ്ട്. ദെർഫോർ 2 + i - 6i + 3. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താ ചെയ്യുക? റിയൽ പാർട്ടുകൾ ഒന്നുകൂടെ അടുപ്പിച്ച് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ 5 - 5i. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസറുമായി. ഇനി എന്താ നമ്മൾ ചെയ്യാനുള്ളത്? ഈ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് ലാസ്റ്റത്തെ നമ്പറിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഇതിനെ ഒരു ഫസ്റ്റ് 1 ആക്കി എടുക്കുക, ഇതിനെ 2 ആക്കി എടുക്കുക. ഇനി 1 + 2 രണ്ട് ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? റിയൽ പാർട്ടും ആഡ് ചെയ്യുക, ഇമാജിനറി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + -2i എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്തായി? ഫസ്റ്റത്തെ ഭാഗം കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ആരെ കുറയ്ക്കാനുണ്ട്? -5i - 2iനെ കുറയ്ക്കാനുണ്ട്. അപ്പോൾ എന്താ വരിക? നമുക്കൊന്നൊരു സ്റ്റെപ്പ് എഴുതാം. സബ്ട്രാക്റ്റ് ചെയ്യണം. ഏതെന്ന്? 5 - 2i ഫ്രം ഏതിൽ നിന്ന് കുറയ്ക്കണം? 9 + -2i എന്ന് കുറയ്ക്കണം. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 - 2i - 5 -5 കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ട് വെക്കണേ. -2i വെച്ചാൽ നമ്മൾ 9 - 2iയിൽ നിന്ന് ആണ് നമ്മൾ ഏതെന്ന് കുറയ്ക്കുന്നത്? -5 - 2iനെ കുറയ്ക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാം? നോർമലി റിയൽ പാർട്ടും മാത്രം കുറയ്ക്കാം. 9 - 5 പോയി കഴിഞ്ഞാൽ 4 + 0i. നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇത് സത്യം പറഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എന്ത് ചെയ്യണം? നന്നായിട്ട് അറിയണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആക്കി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ പാർട്ട് സിയിലെ ഓർ ക്വസ്റ്റ്യനിൽ തന്നെ 2 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5th 6th കൂടി ഞാനതിൽ പറയുന്നുണ്ട്. 6th പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഈസി ഉള്ളത് മാത്രം ചെയ്തു പോവുക. അതാണ് കുറേ കൂടി ഈസി. എല്ലാ ഓർ ക്വസ്റ്റ്യനും ഓക്കെ. ഇനി ഓർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമ്മൾ ട്രിഗ്നോമെട്രീൻ്റെ മോഡ്യൂളിലേക്കാണ് പോകുന്നത്. ട്രിഗ്നോമെട്രി മോഡ്യൂളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ട് ബാക്കിയുള്ളത് കാണുന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഈ ക്വസ്റ്റ്യനും ഷുവറായിട്ട് നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് പാസ് ആവേണ്ട ആൾക്കാർ നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. ഇഫ് cos θ ഈസ് ഈക്വൽ ടു -4/5 ആണെന്ന് തന്നിട്ടുണ്ട്. തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞുള്ളത്? ഫൈൻഡ്
ഫൈൻഡ് ഓൾ ദ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് തന്നിട്ടുണ്ട്. ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നതിന് ടി ഫംഗ്ഷൻ എന്നും അടയാളപ്പെടുത്താറുണ്ട്. ടി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും എന്തിൻ്റെയും മീൻ ചെയ്യുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ തന്നിട്ടുണ്ട്, -4/5 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഏത് ക്വാഡ്രൻ്റാണ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ക്വാഡ്രൻ്റാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഈ ക്വാഡ്രൻറ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ASTC റൂള് പ്രകാരമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 4 ക്വാഡ്രൻ്റാക്കി തിരിക്കുമ്പോൾ ASTC എന്ന് എഴുതുക. സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരാ വരുന്നത്, സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് വരുന്നത്. സൈൻ തീറ്റയും സൈൻ്റെ റെസിപ്രോക്കലായി കഴിഞ്ഞാൽ സൈനും അതിൻ്റെ കൊസീക് തീറ്റയും. അപ്പോൾ സൈൻ തീറ്റയും കൊസീക് തീറ്റയാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരിക. ഇവർ മാത്രമേ എന്താവുള്ളൂ, പോസിറ്റീവ് ആവുള്ളൂ. ബാക്കി നമുക്ക് കണ്ടുപിടിക്കുന്ന ബാക്കി 4 ഫങ്ഷൻസും നെഗറ്റീവ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക വാല്യൂ കണ്ടുപിടിച്ച ആൻസറിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത് അറിയാം, കോസ് തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസൻറ്റ് സൈഡ് ബൈ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ട്ന്യൂസ് തന്നിട്ടുണ്ട് 4/5. അഡ്ജസൻറ്റും കിട്ടി ഹൈപ്പോട്ട്ന്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആരെ കാണലാണ്, ഓപ്പോസിറ്റ് സൈഡിനെ കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസിൽ നിന്ന് ആരെ കുറയ്ക്കുക, അഡ്ജസൻറ്റ് സൈഡിനെ കുറയ്ക്കുക എന്ന് ആലോചിച്ച് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5² - 4². that is equal to 25 - 16 that is equal to √9 വരും. നമുക്ക് എന്താണെന്ന് കിട്ടി, that is equal to ഓപ്പോസിറ്റ് സൈഡ് എത്രയെന്ന് കിട്ടി, that is equal to 3 ആണെന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള ഫംഗ്ഷൻസ് കാണാനാണ് ചോദിച്ചത്. നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, റെസിപ്രോക്കലിനെ അപ്പുറത്തെ സൈഡിൽ എഴുതാൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായി, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ആരാണ്, ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു, 3/5. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ സൈൻ തീറ്റ എഴുതിയതിൻ്റെ റെസിപ്രോക്കലിൽ ഇവിടെയാണ് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, 5/3. അപ്പോൾ ആദ്യത്തത് കഴിഞ്ഞു. ഇനി കോസ് തീറ്റ, ക്വസ്റ്റ്യനിൽ തന്ന കോസ് തീറ്റ അല്ലായിരുന്നു, 4/5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ് സീക് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4. അടുത്ത ആളാണ് സൈൻ കോസ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞ ഫോർമുല ഒന്നുകൂടി എഴുതുകയാണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 വരും. അടുത്ത റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. ഇത്രയും എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ASTC റൂൾ ആലോചിച്ച് നോക്കുക. ASTC റൂൾ പ്രകാരം എന്താണ്, സൈനും കോസീക്കും മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പ്ലസ് ഇട്ട് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതിനൊക്കെ എന്ത് കൊടുക്കുക, ബാക്കി കിട്ടിയ ഉത്തരങ്ങൾക്കൊക്കെ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് പാസ് ആവേണ്ട ആൾക്കാർ ഇത് എന്തായാലും നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട് ആ പാട്ടിൻ്റെ കൂടെ തന്നെ. അതിൽ ആ ക്വസ്റ്റ്യന് പ്രൂവ് ദാറ്റ്, ട്രിഗ്നോമെട്രിയിലുള്ള തന്നെ മിക്കവാറും ഇത് സാധാരണ ഇത് 3 മാർക്കിലാണ് ചോദിക്കാറ്. ചില ടൈമിൽ മാത്രമേ ഇത് SAയിലേക്ക് കയറി വരാറുള്ളൂ. 1 + cos 2a / sin 2a is equal to cot a എന്നുള്ള ക്വസ്റ്റ്യനാണ്. എത്രയും പെട്ടെന്ന് ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 2 ഫോർമുലാസ് അറിയുന്നൊരു കുട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. sin 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണം, 2 sin a × cos a ആണെന്ന് അറിയണം. അതിൻ്റെ പുറമെ 1 + cos 2a എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം, 2 cos² a ആണെന്ന് അറിയണം. അപ്പോൾ ഈ 2 ഫോർമുലാസ് അറിയുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കി നോക്കാം. 1 + cos 2a പകരം നിങ്ങൾ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 cos² a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sin 2aക്ക് പകരം എന്തുകൊണ്ട് കൊടുക്കുക, 2 sin a × cos a ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി വെട്ടിക്കളയാൻ പറ്റുന്ന ടേംസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെട്ടിക്കളയാം. ഇവിടെ cos aയും ഇതിലത്തെ സ്ക്വയറും വെട്ടി, ഇനി 2ഉം വെട്ടി. അപ്പോൾ ഇനി ആരാ ബാക്കിയുള്ളൂ, ഇനി മേലെ ഒരു cos aയും ഡിനോമിനേറ്ററിൽ ആരേ ഉള്ളൂ, ഒരു sin a ഉള്ളൂ. cos a / sin a is equal to എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, cot a ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാറുണ്ട്, cot aക്ക് പകരം tan a ചോദിക്കാറുണ്ട്. അങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ ഈ sin 2a ആയിരിക്കും മേലെ വരിക, താഴെയുള്ളത് ആരായിരിക്കും, 1 + cos 2a ആണ് കേട്ടോ. അപ്പോൾ ആ ഫോർമുല ജസ്റ്റ് ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. sin a / cos a ആണ് ചോദിക്കുന്നത് വെച്ചാൽ എന്താ എഴുതണം, നിങ്ങൾ tan a എന്നുള്ളത് എഴുതണം. ഈ പ്രോബ്ലം വന്നപ്പോൾ ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആകെ 2 സ്റ്റെപ്പുള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഷുവർ ലിസ്റ്റിൽ നിങ്ങൾ ഇട്ടോളൂ. ഒന്നെങ്കിൽ 3 മാർക്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേയിൽ കയറി വരാവുന്ന ഒരു സെക്ഷനാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഡിഫറൻസിയേഷനിലേക്ക് പോവുകയാണ്. ഡിഫറൻസിയേഷനിൽ ഈസിയായ ഒരു ക്വസ്റ്റ്യനാണ് വരാറ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള. ഇതും ഷുവർ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ മിക്സ് ചെയ്യരുത് ഈ ക്വസ്റ്റ്യന് ഫൈൻഡ് ദ 10th ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan x യൂസിങ് കോഷ്യൻ്റ് റൂൾ എന്നുള്ള ഒരു പ്രോബ്ലത്തിൽ തുടക്കം പറഞ്ഞ് 2 ഫോർമുലാസാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അതിൽ ഒന്ന് പ്രൊഡക്റ്റ് റൂളും നെക്സ്റ്റ് ഏതാണ് കോഷ്യൻ്റ് റൂളുമാണ്. അപ്പോൾ കോഷ്യൻ്റ് റൂളിൽ ഡെറിവേറ്റീവ് ഓഫ് tan x യൂസിങ് കോഷ്യൻ്റ് റൂൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് കോഷ്യൻ്റ് റൂൾ എന്താണെന്ന് അറിയാം. കോഷ്യൻ്റ് റൂൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. കോഷ്യൻ്റ് റൂൾ എന്താണ് അത് ജസ്റ്റ് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് തരാം. പബ്ലിക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡിഫറൻസിയേഷനിൽ ചോദിച്ചാൽ കഴിയണതും പ്രൊഡക്റ്റിൻ്റെയും കോഷ്യൻ്റിൻ്റെയും ഫോർമുലാസ് വരുന്നതായതുകൊണ്ട് അത് ഫോർമുലയെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. കോഷ്യൻ്റ് റൂൾ ഒന്ന് പറയാം. d/dx ഓഫ് u/v രണ്ട് ഫങ്ഷൻസ് ഡിവൈഡ് ആയിട്ട് വരാൻ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു v into d/dx of u minus u into d/dx of v whole divided by v square. ഇതാണ് നമ്മളെ കോഷ്യൻ്റ് ഫോർമുല. അപ്പോൾ ഈ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഡിവൈഡായിട്ട് 2 ഫങ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ഫോർമുല മിനിമം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരിക. നമുക്ക് കാണാൻ ആരെയും ചോദിച്ചുള്ളത് tan x-നെയാണ് കാണാൻ ചോദിച്ചുള്ളത്. അപ്പോൾ tan x എന്ന് പറയുന്ന ടേമിന് കോഷ്യൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, d/dx ഓഫ് എന്ത് എഴുതണം, sin x ബൈ ആരെ കൊടുക്കുക, cos x കൊടുക്കുക. ഈ sin x-നെ u ആക്കിയിട്ടും cos x-നെ എന്താക്കി എടുക്കുക, v ആക്കിയിട്ടും നിങ്ങൾ എടുക്കുക. നെക്സ്റ്റ് നമ്മളെ ഫോർമുലയിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കൂ. cos x ഇൻറ്റു d/dx ഓഫ് sin x മൈനസ് d/dx ഓഫ് cos x ഇൻറ്റു sin x ഹോൾ ഡിവൈഡ് ബൈ ആര് വരും, cos സ്ക്വയർ എക്സ്. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു v എന്ന് പറയുന്ന സാധനം cos x ഇൻറ്റു d/dx ഓഫ് sin x. ഒരു ചെറിയ തെറ്റുണ്ട്, ഒന്ന് റപ്പ് ചെയ്യുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് sin x ഇൻറ്റു എന്തെന്നെ എഴുതേണ്ടത്, sin x ഇൻറ്റു d/dx ഓഫ് ആരാ വരിക, cos x. ദാറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക. cos x ഇൻറ്റു d/dx sin x എന്താണെന്ന് നമുക്കറിയാം, cos x മൈനസ് sin x ഇൻറ്റു d/dx ഓഫ് cos x എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് sin x ഹോൾ ഡിവൈഡ് ബൈ അടിയിൽ എന്ത് കൊടുക്കുക, cos സ്ക്വയർ എക്സ്. ഇതൊക്കെയാണല്ലോ ഈ സ്റ്റെപ്പ്. ഇനി കുറച്ചൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, cos x ഇൻറ്റു cos x എന്ന് പറയണത് നിങ്ങൾക്ക് എന്താണെന്നറിയാം, cos സ്ക്വയർ എക്സും മൈനസ് ഇൻറ്റു മൈനസ് എന്താക്കി മാറ്റുക, പ്ലസ് ആക്കുക. sin x ഇൻറ്റു sin x എന്താക്കുക, sin സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എന്ത് കൊടുക്കുക, cos സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണെന്ന്. ഡിനോമിനേറ്റർ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 ബൈ cos സ്ക്വയർ എക്സ് ആണ്. ഞാൻ തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്, ഒന്ന് റപ്പ് ചെയ്യുന്നുണ്ട്, cos സ്ക്വയർ എക്സ്. ഇനി കോസിൻ്റെ റെസിപ്രോക്കലാണ് ആരെന്ന് പറയണത്, സീക്ക്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഈ tan x എന്ന് പറഞ്ഞാൽ sin x ബൈ cos x ആണെന്ന് അറിയാം, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി cos x ആണ് cot x ആണ് ചോദിച്ചു വെച്ചാൽ cos x ബൈ sin x ആണെന്ന് ഒന്ന് ഓർത്ത് വെക്കണം. അതും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും. അപ്പോൾ ഈ എക്സിലെ ഫസ്റ്റത്തെ പാർട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി എക്സിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്
ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3 റൂട്ട് എക്സ് പ്ലസ് 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3 റൂട്ട് എക്സ് പ്ലസ് 5. ഇതിന് ഡെറിവേറ്റ് ചെയ്യുന്ന സെക്ഷനാണുള്ള ക്വസ്റ്റ്യൻ. ഡെറിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ക്യൂബിന് ഡെറിവേറ്റ് ചെയ്ത് എന്താ പറയുക? d/dx ഓഫ് എഴുതുക എക്സ് ക്യൂബ് മൈനസ് 3 റൂട്ട് എക്സ് പ്ലസ് 5. ഫസ്റ്റത്തെ അതേപോലെ എന്ത് ചെയ്യാം? എടുത്തെഴുതുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. d/dx ഓഫ് എക്സ് ക്യൂബ് മൈനസ് d/dx ഓഫ് 3 റൂട്ട് എക്സ് പ്ലസ് d/dx ഓഫ് 5. എല്ലാറ്റിലേക്കും d/dx ഒന്ന് കൊടുക്കുക. എക്സ് ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ വരിക? 3x² മൈനസ് 3 റൂട്ട് എക്സ് എന്താ? 3 റൂട്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/2 റൂട്ട് എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഫോർമുല, ഡിഫറൻസിയേഷൻ്റെ ഫോർമുല അറിയുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ സെക്ഷൻ. ഇനി നമുക്ക് അടുത്ത പാർട്ട് സിയിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. x11 ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിയുന്ന കുറേ കൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് x+1 ഹോൾ ഡിവൈഡ് ബൈ x മൈനസ് 1. x+1 ഡിവൈഡ് ബൈ x മൈനസ് 1. ഇത് ഏത് ഫോർമുല വെച്ചാൽ ഇതിന് കോഷ്യൻ റൂളാണ് യൂസ് ചെയ്യേണ്ടത്. കോഷ്യൻ റൂളിൽ ചെയ്യുമ്പോൾ മേലത്തെ ടേമിനെ യു ആക്കുക, താഴത്തെ ടേമിനെ വി ആക്കി എടുക്കുക. അപ്പോൾ ഫോർമുല പ്രകാരം x-1 ഹോൾ ഇൻറ്റു d/dx ഓഫ് x+1 മൈനസ് x+1 ഇൻറ്റു d/dx ഓഫ് x മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? x-1 ഹോൾ സ്ക്വയർ. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. x-1 അതേപോലെ തന്നെ എഴുതുക. d/dx ഓഫ് x എന്താണ്? 1 പ്ലസ് 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 മൈനസ് x+1 അതേപോലെ തന്നെ d/dx ഓഫ് x-1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് 0 ഹോൾ ഡിവൈഡ് ബൈ അടിയിൽ ആര് വരും? x-1 ഹോൾ സ്ക്വയർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x-1 1 + 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് x+1 1 മൈനസ് 0 1 ഹോൾ ഡിവൈഡ് ബൈ x-1 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്നും കൂടി ചെറുതാക്കിയാൽ x-1 എന്ന് ഇവിടെ വരും മൈനസ് x+1 ഡിവൈഡഡ് ബൈ x-1 ഹോൾ സ്ക്വയർ. അപ്പോൾ അതൊന്നും കൂടി ചെറുതാക്കുകയാണെങ്കിൽ x-1 മൈനസ് x മൈനസ് 1 ഡിവൈഡ് ബൈ x-1 ഹോൾ സ്ക്വയർ. ഇനി വെട്ടിക്കളയാൻ വല്ലതുണ്ടോ എന്ന് നോക്കുക. വെട്ടിക്കളയുമ്പോൾ ഈ എക്സും മൈനസ് എക്സും വെട്ടിപ്പോയി. മൈനസും മൈനസും കൂടി എന്തായി മാറി? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡ് ബൈ x-1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഈസിയാണ്. കോഷ്യൻ റൂളിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ വരുന്നതാണ്. എന്നുള്ളത് ഡെറിവേറ്റീവ് കാണാനാണ്. എക്സ് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് കൊസീക്ക് എക്സ്. അപ്പോൾ എക്സ് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് കോഷ്യൻ്റ് അല്ല. ഇത് ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടത്? ഇതിൽ പ്രൊഡക്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ഫോർമുല കുറേ പ്രാവശ്യം നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഷുവറാണ്. ഒരു കോഷ്യൻറ്റും ഒരു
പ്രൊഡക്റ്റും നിങ്ങൾക്ക് എന്തായാലും എക്സാമിനുണ്ടായിരിക്കും. ഇപ്പോൾ തന്ന ക്വസ്റ്റ്യനിൽ ഇതിന് യു ആക്കുക, അതിന് വി ആക്കുക. അപ്പോൾ എന്താ പറയുക, എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് പ്ലസ് എന്ത് കൊടുക്കുക, കൊസീക്ക് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എഴുതുക. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫോർമുലയുടെ സ്റ്റെപ്പ് എഴുതുക, നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് എഴുതുക, ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് എന്താ വരിക, മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ് പ്ലസ് കൊസീക്ക് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്, നമ്മൾ ലാസ്റ്റത്തെ മോഡ്യൂളാണ്, ലാസ്റ്റ് മോഡ്യൂളത്തെ ക്വസ്റ്റ്യനാണ്. x11 ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് e raised to 2x ഇൻറ്റു sin 2x. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തേത് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊഡക്റ്റ് ഫോർമുലയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടി ഈ പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഞാൻ ആ ബേസ് അറിയാത്ത ആൾക്കാർക്കൊന്ന് പറഞ്ഞു തരാം. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്കറിയാം എന്താണെന്ന്, ഇ റേസ് ടു എക്സ് ആണെന്ന്. ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ എങ്ങനെ തിരിച്ചറിയാം, ഇ റേസ് ടു 2x അതിന് പകരം വരികയാണെങ്കിൽ ഇ റേസ് ടു 2x എന്ന് എഴുതുക. എന്നേ ശേഷം ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അതേപോലെ തന്നെ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, കോസ് എക്സ് ആണെന്നറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ 2x വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, കോസ് 2x ഇൻറ്റു ആര് വരും എന്ന് ആലോചിക്കാം, 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 എന്ന് വരുന്നു ആലോചിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഏത് ഫോർമുലയും കൂടി അറിയണം, പ്രോഡക്റ്റ് ഫോർമുലയും കൂടി ഓർമ്മയിലുണ്ടാവണം. പ്രോഡക്റ്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടേമിന് യു ആക്കുക, സെക്കൻഡ് ടേമിന് എന്താക്കി എടുക്കുക, വി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x പ്ലസ് സൈൻ 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു 2x. ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്താണ്, ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ 2xൻ്റെ എന്താ കിട്ടുക, നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 2x ഇൻറ്റു ആര് എഴുതണം, ഇൻറ്റു 2 പ്ലസ് നെക്സ്റ്റ് സൈൻ 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു 2xൻ്റെ ആൻസറും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്, ഇ റേസ് ടു 2x ഇൻറ്റു 2. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അതിൽ കിട്ടുന്നതാണ്. ഈസിയാണ്, ഷുവർ ലിസ്റ്റിൽ ഇടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അടുത്തത് അതിൽ തന്നെ സെക്കൻഡ് പാർട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ലോഗ് എക്സ് ബൈ എക്സ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് അല്ല, ഇത് ഏതാണെന്ന് മനസ്സിലാക്കണം. കോഷ്യൻ്റ് ആണെന്ന് തിരിച്ചറിയണം. കോഷ്യൻ്റ് ആണ്, ഫങ്ഷൻ ഓഫ് ഫങ്ഷനും കൂടി ഇതിൽ കയറി വരുന്നുണ്ട്. നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, കോസ് എക്സ് ആണെന്നറിയാം. പക്ഷേ സൈൻ ലോഗ് എക്സ് ചോദിച്ചാൽ രണ്ട് ഫങ്ഷൻ ഓഫ് ഫങ്ഷനാണ് വരുന്നത്. അപ്പോൾ സൈൻ കോസ് എന്തെഴുതാം, കോസ് ലോഗ് എക്സ് ഇൻറ്റു, ഇനി ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ലോഗ് എക്സിന്, കോസ് ലോഗ് എക്സ് ഇൻറ്റു എന്തെഴുതാം, 1/x. ഈ ഒരു കാര്യം അറിയാം. പിന്നെ കോഷ്യൻ്റെ ഫോർമുല പ്രകാരം എന്താ വരിക, എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ലോഗ് എക്സ് മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. കോഷ്യൻ്റെ ഫോർമുലയിൽ ഡിവൈഡ് ബൈ ഉണ്ടെന്ന് ഓർത്ത് വെക്കണം, ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക, എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ലോഗ് എക്സ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. എന്താ വരിക, കോസ് ലോഗ് എക്സ് ഇൻറ്റു 1/x മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ, 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പാർട്ട് സിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓറൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് പാസ് ആവേണ്ട ആൾക്കാർ അത്ര തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫറൻസിയേഷനിൽ നമ്മൾ തേർഡ് മോഡ്യൂളിൽ
നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു സെക്ഷൻ ഉണ്ട് തേർഡ് മോഡ്യൂളിലെ ഫോർമുലേസിൻ്റെ കേസിൽ. ഈ ഫോർമുലാസ് ഒന്ന് ഞാനതിൻ്റെ കൂടെ പറയുകയാണ്. d/dx ഓഫ് സൈൻ എക്സ് എന്താണെന്ന് പഠിച്ചു വെക്കണം. കോസ് എക്സ് ആണെന്ന് പഠിക്കണം. അതുപോലെ d/dx ഓഫ് കോസ് എക്സ് എന്താണെന്ന് ഓർത്ത് വെക്കണം, മൈനസ് സൈൻ എക്സ്. ഇതൊന്ന് ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇതിൽ ഏതാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് ഏത് ചോദിക്കുന്ന. d/dx ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റേസ് ടു n-1. ഈ ഫോർമുലയാണ് സ്ഥിരമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്. അതുപോലെ ലോഗ് എക്സും സ്ഥിരം ചോദിക്കാറുണ്ട്. d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. d/dx ഓഫ് 1 k കോൺസ്റ്റൻറ്റ് ചോദിച്ചാൽ എന്താണ് 0 ആണ്. k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, എന്തും ആവാം, കോൺസ്റ്റൻസ് ഏതും ആവാം. d/dx ഓഫ് സീക്ക് എക്സ് ചോദിച്ചാൽ സീക്ക് എക്സ് ഇൻറ്റു എന്ത് വരും, ടാൻ എക്സ്. d/dx ഓഫ് ടാൻ എക്സ് ചോദിച്ചാൽ സീക്ക് സ്ക്വയർ എക്സ്. d/dx ഓഫ് കൊസീക്ക് എക്സ് ചോദിച്ചാൽ മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. d/dx ഓഫ് കോട്ട് എക്സ് ചോദിച്ചാൽ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. d/dx ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അത്രയും ഫോർമുലാസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ എപ്പോഴും ചോദിക്കുന്ന 2 കേസുകൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻറ്റും ചോദിക്കാറുണ്ട്, d/dx ഓഫ് എക്സും ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് പ്രൊഡക്റ്റ് ഫോർമുലയും കോഷ്യൻ ഫോർമുലയും. പ്രൊഡക്റ്റ് ഫോർമുലയുടെ പ്രോബ്ലംസ് കുറേ എണ്ണം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോഷ്യൻ ഫോർമുലയും തിരിച്ചറിയാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അതേപോലെ കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയും കവർ ചെയ്തൊരു കുട്ടിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പാസ്സാവാൻ പറ്റും. കിട്ടുന്ന 3 മണിക്കൂറൊന്നും നമുക്ക് സത്യത്തിൽ നമുക്ക് എക്സാമിന് വേണ്ട. 2-2.5 മണിക്കൂറാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്ത് എഴുതി തീർക്കാൻ പറ്റും ഈ ഫോർമുലാസ് നന്നായിട്ട് അറിയുന്നൊരു കുട്ടിക്ക്. അപ്പോൾ നമ്മളെ മാത്സിൻ്റെ എക്സാം 1-ാം തീയതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഡിസംബർ 1-നാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക. എക്സാമൊക്കെ ഈസി ആവും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ക്ലാസ് എടുത്ത ആളെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി തുടക്കത്തിൽ. രേഷ്മ എന്നാണ്, മലബാർ പോളിയിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. മാത്സിൻ്റെ ടീച്ചറാണ്. താങ്ക് യു. സ്റ്റോപ്പ് ചെയ്യും.